ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ KM ഫുഡ് ആൻഡ് വ്ളോഗ്. അപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ വലിയ ചാനലുകളിൽ മാത്രം ഫോക്കസ് ചെയ്ത് ചെറിയ ചെറിയ ചാനലുകളെയും കൂടി സപ്പോർട്ട് ചെയ്താലല്ല അവർക്ക് കയറി വരാൻ പറ്റൂ. അപ്പം എന്നെപ്പോലുള്ള ചാനലുകളെല്ലാം തന്നെ, ഞാൻ മാത്രമല്ല കേട്ടോ, എന്നെപ്പോലുള്ള എല്ലാ ചാനലുകളെയും സപ്പോർട്ട് ചെയ്യണം. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു 1 ഡേ ട്രിപ്പാണ്. തമ്പനെയിൽ കണ്ട പോലെ തന്നെ ഡെസേർട്ട് സഫാരി തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബ്രദേഴ്സൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അവിടെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അവരെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇത്രയും നേരം ഓൺ റോഡായിരുന്നു, ഇപ്പോൾ ഓഫ് റോഡാണ്. ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല റോഡൊക്കെയാണ്, വണ്ടികൾക്കൊക്കെ പോകാൻ പറ്റുന്ന തരത്തിലുള്ള റോഡാണ്. ഭയങ്കര കച്ചറയൊന്നും ഇല്ല. പിന്നെ കണ്ടില്ലേ, ഒരു അന്തവും ഇല്ല, ഒരു കുന്തവും ഇല്ലാത്ത രീതിയിലാണ് റോഡല്ല സ്ഥലം. കണ്ടില്ല, ആ ഫുള്ള് മണല, ഒന്നും മനസ്സിലാകത്തില്ല എവിടെ നോക്കിയാലും. മറ്റേ എന്താ പൃഥ്വിരാജിൻ്റെ സിനിമ പോലെ ഫുള്ളും ചുറ്റും മണൽ മാത്രമേ ഉള്ളൂ. വണ്ടികൾ പോകുന്നുണ്ട് അങ്ങോട്ട്. അവിടെ ഒരു വില്ലേജാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഡെസേർട്ട് സവാരി ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. കണ്ടില്ലേ, ആ കാണുന്ന 2 തൂണ് പോലെ ഇരിക്കുന്നില്ലേ, അതാണ് എൻ്റെ ഒരു അടയാളം. ഇത് എത്താറായി എന്നുള്ളതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയി എന്നുള്ളത്. ഇവിടുന്ന് ഇനി കുറച്ചും കൂടി പോകണം. കുറേയും കൂടി പോകുമ്പോൾ വീണ്ടും ഇതുപോലൊരു 2 തൂണുണ്ടാവും. നമ്മൾ അടുത്തെത്തി. അതിന്നുണ്ടല്ല, അതിൻ്റെ അടുത്തൊരു നല്ല വെള്ളച്ചാട്ടമുണ്ട്. വെള്ളം കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ആഹ്ലാദം. കാരണം ഇത്രയും നേരം മൊത്തം മണലിലായിരുന്നു. പെട്ടെന്നൊരു വെള്ളം കണ്ടപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ആ രണ്ട് തൂണ് കണ്ടില്ലേ, ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വേറെ ഒരു അടയാളത്തിനും ഇവിടെ ചാൻസ് ഇല്ല. കാരണം എല്ലായിടവും ചുറ്റും മണലാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, ഒട്ടകമൊക്കെ കിടപ്പുണ്ട്. നമുക്കിനി കാറ് പാർക്ക് ചെയ്യാം. അറേബ്യൻ ഗ്ലോബൽ വില്ലേജ് എന്നാണ് ഇതിൻ്റെ പേര്. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് പേരുണ്ട്. ഇവിടെ ബെല്ലി ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. ബെല്ലി ഡാൻസ് ഉണ്ട്, ക്യാമൽ സവാരി ഉണ്ട്. പിന്നെ നമുക്ക് കാറിൽ പോകാൻ. കണ്ടില്ലേ, അറേബ്യൻ നൈറ്റ് വില്ലേജ് എന്നാണ് ഇതിൻ്റെ പേര്. കുറേ ആൾക്കാർ നമുക്ക് ഇവിടെ വരുന്നുണ്ട്, ടൂറിസ്റ്റുകൾ. പാക്കേജിലാണ് വരുന്നത്. ഇനി പാക്കേജും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് പറയാം, ആർക്കെങ്കിലും പോകാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ. ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടാവും. കാരണം നമ്മുടെ ക്ലൈമറ്റൊക്കെ മാറി വരുന്നുണ്ട്. തണുപ്പെല്ലാം വിട്ടിപ്പോൾ ചൂടാവാറാകുന്നുണ്ട്. പക്ഷേ അവിടെ പ്രോഗ്രാം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. കണ്ടില്ലേ, അപ്പം ഇവിടാണ് റിസപ്ഷൻ. റിസപ്ഷനിൽ നമ്മൾ വന്നിട്ടുള്ള കാര്യം, നമ്മൾ സ്വന്തം വണ്ടിയിലാണ് വന്നിരുന്നുള്ളത്. അതുകൊണ്ട് നമ്മളത് പേര് അവിടെ രജിസ്റ്റർ ചെയ്യണം, നമ്മൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ബസ്സിലായിരിക്കും നമ്മൾ വരുന്നത്, അല്ലെങ്കിൽ സ്വന്തം വണ്ടിയിൽ വരാം. അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. കുറേ ചെറിയ ചെറിയ വില്ലകൾ പോലെ, ചെറിയ ചെറിയ റൂമുകൾ പോലെ ഉണ്ട്. അതിൽ നമുക്ക് ഒന്നുകിൽ സ്റ്റേ ചെയ്യുന്നവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. സ്റ്റേ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ല, നമ്മൾ ഒരു ദിവസത്തെ ട്രിപ്പിനായിട്ടാണ് വന്നിരിക്കുന്നത്.
ചാടി അറിയ അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഇവിടെ ആയിരുന്നു. അതവിടെ ഇത് അവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിശന്ന് ഒരഞ്ഞ് വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയി നന്നായി ഫുഡ് കഴിക്കാം. ഇനി എല്ലാ ദിവസവും വല്ല ജ്യൂസോ കോഫിയോ ടീയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിലും അവിടെയുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം. റെസ്റ്റോറൻ്റ് ആണ്. കണ്ടില്ലേ, നമുക്ക് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാം. അകത്തും സൗകര്യമുണ്ട് കഴിക്കാനായിട്ട്. കണ്ടില്ലേ, എല്ലാവരും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാത്രിയിലും ഇനി ഫുഡുണ്ട് ഇവിടെ. അറബിക് സ്റ്റൈൽ ഫുഡാണുള്ളത്. അറബിക്കുണ്ട്, നമ്മുടെ അറബിക് സ്റ്റൈലാണ് കൂടുതലും. റൈസും പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് കാണാം, വഴിയെ കാണാം. You want something to drink? അപ്പോൾ ഇത്രയും നേരം ഞാൻ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് എന്നെ വീഡിയോയ്ക്കകത്ത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീയേട്ടൻ പറഞ്ഞു, ഇങ്ങോട്ട് ക്യാമറ, ഞാൻ നിൻ്റെ വീഡിയോ എടുത്ത് തരാം. അങ്ങനെ ഞാൻ ശ്രീയേട്ടനായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുത്തു. അപ്പം ഇത് എൻ്റെ കുർത്തിയാണ്, പുതിയ കുർത്തിയാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയണം. ഇഷ്ടമായെങ്കിൽ. ഞാൻ നാട്ടിൽ നിന്ന് എടുത്താണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു. എനിക്കൊരു ജ്യൂസും ശ്രീയേട്ടനൊരു ചായയാണ് പറഞ്ഞത്. അപ്പോൾ അവർ കൊണ്ടുവന്നു. ആദ്യം ജ്യൂസാണ് കൊണ്ടുവന്നത്. ഞാൻ മാംഗോ ജ്യൂസാണ് പറഞ്ഞു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു. നമ്മൾ ഫ്രൂട്ടിയൊക്കെ കുടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ക്യാമൽ സഫാരിക്കായിട്ട് പോയി. ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ പേടിയാ കണ്ടതിന്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അയാൾ ഭയങ്കര പോസ് ചെയ്ത് ഭയങ്കര ഗമയിലിരിക്കുന്ന കണ്ടില്ലേ. ഒട്ടകത്തിന് ഭയങ്കര ജാടയാന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അപ്പം ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരുമിച്ചാണെങ്കിൽ മാത്രമേ അവരതിനകത്ത് ഒരാളെ കയറ്റും. പക്ഷേ 2 പേരുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് അവരും കൂടെ വന്നിട്ട് ഒരുമിച്ച് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു. അവർ ആദ്യമേ 2 എണ്ണത്തിൽ കയറ്റി. ഞാനും ചേട്ടനും കൂടെ ഒരെണ്ണത്തിലാണ് കയറിയത്. സത്യം പറഞ്ഞാൽ ഇരിക്കുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇരിക്കുമ്പോഴല്ലാണ് ആക്ച്വലി, നമ്മൾ ഇത് എഴുന്നേൽക്കുമ്പോഴും അത് നമ്മൾ തിരിച്ചിറങ്ങല്ലേ, ഇറങ്ങുന്ന ടൈമിലുമാണ് നമുക്ക് പേടിയാകുന്നത്. ആക്ച്വലി നടക്കുന്നത് തല പോലും കണ്ടില്ല. അല്ല അതിൻ്റെ പിന്നെ ഞങ്ങളൊരു
ഡ്രൈവാണ് ചെയ്തത്. എൻ്റെ അമ്മോ ഇതുപോലെ നല്ല രസമായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. ഞാൻ ഇതിനു മുന്നേ സ്വന്തം, അതായത് വേറൊരു വണ്ടി അവിടെ കിടക്കുന്നുണ്ടല്ലേ, മറ്റേ സ്വന്തമായിട്ട് ഓടിക്കുന്നത്, നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഓടിക്കുന്നത്. ഇത് നമ്മൾ ഡ്രൈവർ ഉണ്ടാവും, അയാൾ നമ്മളെ കൊണ്ടുപോകും. ഒരു ഫാമിലി ആയിട്ട് നമുക്ക് 3-4 പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റും. മറ്റേത് 2 പേർക്ക് പോകാൻ പറ്റുന്ന അവസ്ഥ. അത് നമ്മൾ സ്വയമേ ഓടിക്കണം. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾ അതിലാണ് പോയത്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഇതിനകത്താണ് കയറിയത്. പക്ഷേ ഇത് ഭയങ്കര ഒരു അന്യ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എൻ്റെ അമ്മച്ചി മുകളിലോട് കുത്തനെ കയറുന്നു, താഴോട്ട് ഞാൻ വിചാരിച്ചതാ കിടക്കുന്ന താഴെ വീണ് എല്ലാവരും. എനിക്കറിയത്തില്ല, നല്ല രസമായിരുന്നു കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം. ഫ്രണ്ട് ഓപ്പറേറ്റ് ചെയ്യണം. ഒന്നും ആകത്തില്ല. ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. ആദ്യം ഫീലും ആകത്തില്ല. എക്സ്പീരിയൻസ് എന്ത്? പിന്നെ ഒരു സൂപ്പർ സ്വിമ്മിംഗ് പൂളുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇറങ്ങാം, നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇറങ്ങാം. അതിൻ്റെ സൈഡിലായിട്ടൊക്കെ തന്നെ ടൗലും കാര്യങ്ങളും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്വിമ്മിംഗ് പൂൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂളിലല്ല പോകുന്നത്, അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു നല്ലൊരു കുന്നുണ്ട്. മീൻസ് നമ്മൾ മൗണ്ടൻ, ഇങ്ങനെ ഭയങ്കര കുത്തനെയുള്ള മണ്ണുകൊണ്ടുള്ള കുന്നുകളാണ് അവിടെ ഉള്ളത്. അതിൻ്റെ മണ്ടയിൽ നിന്ന് കയറുക ഇറങ്ങുക. അതൊക്കെ ഇച്ചിരി പാടാണ്. അവിടെ ഒരു ഊഞ്ഞാല കണ്ടപ്പോൾ ഞാൻ എന്നാൽ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇച്ചിരി നേരം ഇരുന്ന് ഊഞ്ഞാലാടി. അപ്പോഴേക്കും അവർ രണ്ടുപേരും മല കയറാനായിട്ട് അങ്ങോട്ട് പോയി. എനിക്ക് പിന്നെ മല കയറാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. നൈറ്റ് ആകുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാഴ്ച. കണ്ടില്ലേ, ലൈറ്റ്സൊക്കെ വെച്ചിട്ട് അവർ നന്നാ മനോഹരമാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ. ഇപ്പം നമ്മൾ നമ്മുടെ ബെല്ലി ഡാൻസിൻ്റെ ടൈമായിട്ടുണ്ട്. ഫുഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോയ എന്തൊക്കെ ഫുഡ് വേണോ അതൊക്കെ പോയി കഴിക്കുക എന്നുള്ളത്, എടുത്തുകൊണ്ട് വരെ നമ്മൾ കഴിക്കുക. അതാണ്. അപ്പോൾ ബെല്ലി ഡാൻസ് സ്റ്റാർട്ടായിട്ടില്ല, കുറച്ചുകൂടെ കഴിയുമ്പോഴേ ബെല്ലി ഡാൻസ് സ്റ്റാർട്ടാകത്തുള്ളൂ. ഞാൻ പിന്നെ എന്നാൽ ചെന്ന് എന്ത് ഫുഡൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാൻ പറഞ്ഞു. ഇവിടെ മെയിനായിട്ടും സെയിം ഫുഡ് തന്നെയാണ് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ 2 പ്രാവശ്യം പോയപ്പോഴും തന്നെയും ഇതേ ഫുഡൊക്കെ തന്നെ ആയിരുന്നു വന്നത്. ഒരു അറബിക് ഫ്ലേവറാണ്. നമുക്ക് മലയാളികൾക്ക് അത്ര പൊതുവേ അങ്ങോട്ട് പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല, എന്നാൽ ഇഷ്ടപ്പെടുന്ന ഫുഡ്, എല്ലാ തരം ഫുഡുകൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും. ചില മലയാളികളെ സംബന്ധിച്ച് എല്ലാവർക്കും ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഇച്ചിരി എരിയും പുളിയൊക്കെ ഉള്ള ഫുഡുകളാണ് കൂടുതൽ ഇഷ്ടം. ഇവിടെ പക്ഷേ അങ്ങനത്തെ അത്ര എരിയങ്ങളൊന്നുമില്ല. നമ്മൾ അറബിക് ഫുഡാണല്ലോ, നമുക്ക് അറിയാമല്ലോ. ഞാനൊരു കുറച്ച് സോസും പിന്നെന്താണ് കുബൂസും പിന്നെ ഹമ്മൂസും അങ്ങനെ കുറേ സലാഡ്സും സോസുകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ ജസ്റ്റ് എടുത്തു. പിക്കിൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അതിൽ കുറച്ചേറെ എടുത്തു. പിന്നെ റൈസ് ഉണ്ടായിരുന്നു, ബിരിയാണി ആയിരുന്നു. പക്ഷേ ഈ റൈസ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഞങ്ങൾ മന്തി റൈസ് ആയിരുന്നു. അതിലും എനിക്ക് തോന്നുന്നു ഇത് പാസ്ത എല്ലാം ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കാം കേട്ടോ. അതാണ് ഞാൻ പാസ്റ്റൊന്നും അങ്ങനെ വലുതായിട്ട് കഴിക്കാറില്ല. പിന്നെ ചിക്കൻ, ബീഫ്, മട്ടൻ എല്ലാം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാം എടുക്കാം കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ്, പിന്നെ നമുക്ക് ഡെസേർട്ട് ഉണ്ട്, കുറേ ഡെസേർട്ട് ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നതൊക്കെ എടുത്തു, അത് കഴിക്കാൻ തുടങ്ങി. നമുക്ക് പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, അവർ നമുക്ക് കൊണ്ടുതരും. ഇനി ഇതിൻ്റെ പേരെന്താ, പേര് മറന്നുപോയല്ലോ. ഇതിൻ്റെ പേര് മറന്നുപോയി. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്തേ, പക്ഷെ എനിക്ക് പറ്റിയില്ല, ഭയങ്കര ചുമയായിപ്പോയി. എല്ലാവരും ചുമക്കുന്നു ട്രൈ ചെയ്താണ്.
കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയില്ല കേട്ടോ. എനിക്ക് ശ്വാസം മുട്ടും, എനിക്ക് ചുമ വരുന്നു പെട്ടെന്ന്. പക്ഷെ അത് ഫ്ലേവറാണ്. ഞങ്ങൾ മേടിച്ച എനിക്ക് തോന്നുന്നു മിൻറ്റിൻ്റെ ഫ്ലേവറാണ് ഞങ്ങൾ നന്നായിട്ടുണ്ട്. പക്ഷേ അത് അറിയാവുന്നവർ ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. അറിയാത്തവർ ചെയ്താൽ തലമണ്ടയിലും മുക്കമണ്ടയിലും ഒക്കെ കയറും. എനിക്ക് ചുമച്ചിട്ട് ഇരിക്കാൻ വയ്യായിരുന്നു. എത്ര ചെയ്തിട്ടും എനിക്കത് കറക്റ്റ് ആയില്ല കേട്ടോ. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താണ്, ഞങ്ങളിങ്ങനെ ഇനി അടുത്തത് ബെല്ലി ഡാൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബെല്ലി ഡാൻസ് എല്ലാം കഴിഞ്ഞു, പരിപാടിയെല്ലാം അതുകൂടെ കഴിഞ്ഞു, ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു. കണ്ടില്ലേ, തിരിച്ചു പോകുമ്പോൾ ഉള്ള അവസ്ഥ ഇങ്ങനെയാണ്. സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോകുന്നവർ ഫേസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. കണ്ടില്ലേ, ഇരുട്ടത്തൂടി നമുക്ക് ആ വണ്ടിയുടെ ആ വെളിച്ചം മാത്രമേ ഉണ്ടാവും, ചുറ്റും ഇരുട്ടാണ് കേട്ടോ. സത്യത്തിൽ ചെറിയൊരു പേടിയൊക്കെ ആവും, പക്ഷെ ഞങ്ങൾ ഒത്തിരി പേരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, നമുക്കറിയാലോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ. അപ്പം ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.